ചെയർമാന്റെ ഉത്തരവില്ലാതെ PSC മൂല്യനിർണ്ണയത്തിൽ നിന്നും ചോദ്യങ്ങൾ ഒഴിവാക്കാനാകില്ലെന്ന് PSC മുൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ. ചെയർമാനും പരീക്ഷാ കൺട്രോളറും സെക്രട്ടറിയും അറിയാതെ ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല. പകുതിയോളം ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് പകരം പരീക്ഷ റദ്ദാക്കുകയാണ് വേണ്ടിയിരുന്നതെന്നും KS രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു. PSC പരീക്ഷയിലെ ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം ഒഴിവാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ നിയതമായ മാനദണ്ഡങ്ങളുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരം തീരുമാനമെടുക്കാനാവില്ലെന്നും മുൻ PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ പറഞ്ഞു. പരീക്ഷാ സബ് കമ്മിറ്റിയുടെ നിർദ്ദേശം കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഔദ്യോഗികമായി ചെയർമാന് സമർപ്പിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ മൂല്യനിർണ്ണയം ഒഴിവാക്കാൻ നിയമസാധുത ലഭിക്കുകയുള്ളൂ എന്നും മുൻ PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ ആ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. അതിനെക്കുറിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പരാതികളുണ്ടെങ്കിൽ അവർക്ക് സബ്മിറ്റ് ചെയ്യാം. ആ പരാതികൾ ഒരു വിദഗ്ധ സമിതി പരിശോധിച്ചിട്ട് അതിൽ തെറ്റോ ശരിയോ കണ്ടെത്തിയിട്ട് ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള ഫയൽ റെഡിയാക്കുകയും ആ ഫയൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ സബ് കമ്മിറ്റി എക്സാമിനേഷനുണ്ട് PSCയിൽ, അവർ വഴി പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന് സബ്മിറ്റ്. അപ്പോൾ ചെയർമാൻ അതിനകത്ത് ഒപ്പിട്ടാൽ മാത്രമേ അത് ഓർഡറാകൂ. ഗുരുതരമായ പിഴവുകൾ പകുതിയോളം ചോദ്യങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പരീക്ഷ തന്നെ റദ്ദാക്കുകയായിരുന്നു വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി ഒരു സെറ്റ് 10 ചോദ്യങ്ങൾ ഒരുമിച്ച് ക്യാൻസൽ ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം എന്തുകൊണ്ടാണ് എടുക്കുന്നത് എന്ന് ഫയലിൽ വ്യക്തമായി എഴുതി. 20 ചോദ്യങ്ങളിൽ 10 ചോദ്യങ്ങളും ഒഴിവാക്കുന്ന ഒരു പരീക്ഷയാണെങ്കിൽ ആ പരീക്ഷ തന്നെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്. ആ ചോദ്യങ്ങൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആ പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ട് വേറെ പരീക്ഷ നടത്തുന്നു വേണ്ടത്. കൃത്രിമം നടന്നത് ഉദ്യോഗസ്ഥ തലത്തിലെങ്കിൽ കടുത്ത ശിക്ഷാ നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മൂല്യനിർണ്ണയ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിയാക്കി കേസെടുത്ത സാഹചര്യത്തിലാണ് മുൻ ചെയർമാന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് ജനം.